അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ പുറത്ത് പോയിട്ടുണ്ട്. ഇത് എൻ്റെ ആങ്ങളുടെ കുട്ടിയാണ്, എൻ്റെ ബ്രദറിൻ്റെ ഓളും കൂടെ വന്നിട്ടുണ്ട്. ആങ്ങളുടെ കൂടെ ഞാൻ പോയത്. അപ്പോൾ മിക്സറിൻ്റെ ഗ്രൈൻഡറിൻ്റെ റബ്ബർ പോയിട്ടുണ്ട്, അത് ചേഞ്ച് ആക്കിയിട്ട് വന്ന്. പിന്നെ ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ പോയി. ഇത് പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം നല്ല ഫ്രഷ് വന്നത്ര കടക്ക് നല്ല ഫ്രഷ് ഉണ്ട്, എല്ലാം വെജും ഫ്രൂട്ട്സും. അപ്പോൾ എല്ലാം കുറച്ച് ഞാൻ മേടിച്ചു. ഫ്രൂട്ടും വെജ് എല്ലാം മേടിച്ചു. പിന്നെ ഇത് ഞാൻ പാലക്കിൻ്റെ ചപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പൊറോട്ട ആക്കാനുണ്ടായി വിചാരിച്ച് ഞാൻ പാലക്കും പിന്നെ ഒരു ബട്ടേട്ടനും ഒന്ന് കഷ്ണാക്കി ഇതാക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം വെത്തിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനെ ഗ്യാസിൽ വെച്ച് കുറച്ച് വേവിച്ചെടുക്കണം. ഇതുപോലെ വേവിച്ച് എടുക്കുക. തണ്ണി വെള്ളം ആറണിട്ട് ഇല്ല. പിന്നെ അതിനെ ജ്യൂസിൽ ഈ പരുവത്തിൽ ജ്യൂസിൽ അരച്ചെടുക്കണം. ജ്യൂസ് മിക്സറിൽ അരച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത എള്ള് വെള്ളം വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്, മല്ലിച്ചപ്പ്, ഇഞ്ചി പച്ചമുളക്, വെള്ളുള്ളി പേസ്റ്റ്, പിന്നെ ചില്ലി ഫ്ലേക്സും ഗരം മസാല, പിന്നെ കടലപ്പൊടി കുറച്ചും. അപ്പോൾ ഇതിനെല്ലാം ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ചപ്പാത്തിക്ക് ഞൗണ്ടി അതുപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഞൗണ്ടി ഇതുപോലെ ഞൗണ്ടി വെച്ച് ഇനി ഞാൻ ചപ്പാത്തി ഇതുപോലെ ആക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കഴിക്കാൻ. കറി വേണം, എന്ത് വേണം പറഞ്ഞിട്ടില്ല. മൈനസിൻ്റെ കൂടെ, സോസിൻ്റെ കൂടെ, ചട്നീൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ അല്ല വെറും ചായൻ്റെ കൂടെ ഇത് കഴിക്കാം. നല്ല ചൂടോടെ ചായ ഉണ്ടെങ്കിൽ ഇത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല കാരവും നല്ല. ഞാൻ തൈരിൻ്റെ കൂടെ കഴിക്കുന്നത്, കുറച്ച് പഞ്ചസാര തൈരൊക്കെ ഇട്ടിട്ട് തൈരൊക്കെ മുക്കിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി കമൻ്റ് അറിയിക്കണം എനിക്ക്. ഓക്കെ, ബൈ.